നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സർ? എനിക്ക് നിരഞ്ജന്റെ ഒരു സഹായം വേണം. തങ്കച്ചിയുമായിട്ടുള്ള ഡീലിന് നിരഞ്ജൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാണ് സാറ് പറയുന്നത്? അക്ഷരയോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം. എന്നിട്ട് അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെങ്ങനെ നടക്കും സർ? എനിക്കേ താല്പര്യമില്ല. പിന്നെങ്ങനെ ഞാൻ അക്ഷരയോട് സംസാരിക്കും? വേറെ ഒരു വഴിയില്ല സാറേ. കേസ് തീരാൻ വർഷങ്ങളെടുക്കില്ലേ? അത്രയും കാലം കേസ് നടത്താൻ ചെലവുണ്ടാവില്ലേ? അതിനുള്ള പണം എവിടുന്ന് എടുത്ത് കൊടുക്കും? സാറ് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. കേസ് ഞങ്ങൾ നടത്തിക്കോളാം. സിദ്ധുവാണല്ലോ വക്കീല്. സിദ്ധുവിന് തൽക്കാലം ഫീസ് ഒന്നും കൊടുക്കണ്ട. സാറിന് മനസമാധാനം വേണം. ഈ കേസ് അതിനൊരു തടസ്സം. ഞാനിത് സിദ്ധുവായിട്ട് സംസാരിച്ചിരുന്നു. ഒത്തുതീർപ്പാവാന്ന് തന്നെയാ സിദ്ധുവിന്റെ അഭിപ്രായം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒത്തുതീർപ്പിന് മുമ്പ് തങ്കച്ചി കേസിൽ നിന്ന് പിന്മാറണം. കേസൊക്കെ പിൻവലിച്ച് ആ ബ്ലാങ്ക് ചെക്കൊക്കെ തിരിച്ചേൽപ്പിക്കണം. അപ്പൊ നമുക്ക് ഒത്തുതീർപ്പിനെ കുറിച്ച് സംസാരിക്കാം. അതിന്റെ വ്യവസ്ഥകളെ കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? തങ്കച്ചി പറയണ വ്യവസ്ഥ അതിനുശേഷം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലോ? അവർക്ക് കൊടുക്കാനുള്ള കാശിന് സ്ഥലം ഞങ്ങൾ കൊടുക്കും. അവരത് എടുത്തോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഈ വീടും ഹോസ്പിറ്റലും ഒരു കാരണവശാലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് വേണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അതുകൊണ്ടാണല്ലോ ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത്. സ്വാമി എന്തിനാ അവർക്ക് വേണ്ടി ഞങ്ങളോട് സംസാരിക്കുന്നത്? സ്വാമിക്ക് ഒത്തുതീർപ്പ് ആവശ്യമുണ്ടെങ്കിൽ സ്വാമി അവരോട് എന്ന് പറ. ഞങ്ങൾ പറയുന്ന വ്യവസ്ഥകൾ സമ്മതിക്കാൻ. അത് അവര് സമ്മതിക്കില്ല സാറേ. എങ്കിൽ ഞങ്ങൾക്ക് സമ്മതമല്ല. അക്ഷരയെ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല സർ. കാരണം അവള് പറയുന്നതാണ് ശരി. തങ്കച്ചിക്ക് ദുഷ്ടലാക്കുണ്ട്. അതറിഞ്ഞിട്ടും അതിന്റെ കൂടെ നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. സാറ് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തങ്കച്ചിയുടെ മുമ്പിൽ താണു കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ന്യായം നമ്മുടെ ഭാഗത്താ, അല്ലാതെ തങ്കച്ചിയുടെ ഭാഗത്തല്ല. ഇത് നടക്കുന്ന തോന്നില്ല സാർ. ഒന്നുമില്ലെങ്കിൽ സാറ് സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ അവര് മിതപ്പെടണം. രണ്ടും നടക്കില്ല. അതുകൊണ്ട് ഡീല് വേണ്ടാന്ന് പറയാ തങ്കച്ചിയോട്. അവരെന്താന്ന് വെച്ച് അങ്ങോട്ട് ചെയ്യട്ടെ. പേരിന് വരുന്നിടത്ത് വെച്ച് കാണാം. അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ, അതെന്ത് ചോദ്യമാ? മറക്കാൻ പറ്റൂ? ഇവക്കൊരു തലവേദന, ഡോക്ടറെ കാണാൻ ഇറങ്ങിയതാ. നിങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. ആ കേട്ടൊന്നും ശരിയല്ല. കേട്ടത് ശരിയാ. ഞങ്ങൾ തമ്മിൽ അത്ര രസത്തിലല്ല. എന്നാലും ഒരസുഖം വരുമ്പോ കൂടെ ചെല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടോളാ ഇവള്. സഹായിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഇച്ചിരി മനുഷ്യപ്പറ്റുണ്ടായി പോയി. അല്ല, ഇന്നത്തെ കാലത്ത് അതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. സ്നേഹം, ദയ, കടപ്പാട് ഇതൊന്നും മനുഷ്യനുണ്ടായിരിക്കരുത്. ഉണ്ടായാലേ അത് പ്രശ്നമാ. ശരിയാ, എന്റെ അനുഭവം തന്നെയാ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദേവികയും സിദ്ധുവും തമ്മിൽ ഒന്നിക്കുന്നത് എതിർത്തു എന്നുള്ളതാ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
അവരാ ഒന്നിച്ച് ജീവിക്കേണ്ടിയിരുന്നവര്. ആ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുമായിരിക്കും, അവരൊന്നിക്കുമായിരിക്കും. നമുക്ക് പോവാം. സംസാരിച്ചോട് നിൽക്കുന്ന കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പോയാ മതി. കേട്ടോ ചേട്ടാ, എല്ലാ വിവരങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ആ ജോലിക്ക് എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ ദേവികയോട് പറയണം. ഇന്നത്തെ കാലത്തെ ജോലി ഉള്ളത് തന്നെയാ നല്ലത്. സമയവും പോയി കിട്ടും, അത്യാവശ്യം വട്ടച്ചെലവിനുള്ള കാശും കിട്ടുമല്ലോ. ശ്രമിക്കുന്നുണ്ട്, കിട്ടുമെന്ന് തന്നെയാ പ്രതീക്ഷ. എന്നോട് ചേട്ടന് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? അന്ന് തോന്നിയിരുന്നു, കല്യാണത്തിന്റെ അന്ന് വിവാഹ മണ്ഡപത്തിൽ വെച്ച്. ഇപ്പൊ ഇല്ല. അങ്ങനൊക്കെ സംഭവിച്ചു പോയി. എന്റെ വിവരക്കേട് കൊണ്ടാ. ഇവള് പനിനീർപ്പുവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. അടുത്തു വന്നപ്പോഴല്ലേ അറിയുന്നത് മുരിക്കും തണ്ടാണെന്ന്. അത് മുള്ളുമുരുക്ക്. ആ എല്ലാം ശരിയാവുമായിരിക്കും. സിദ്ധു വലിയ പ്രയാസത്തിലാ. ഓ എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുവോ അവന്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ നടക്കുമ്പോ നടക്കട്ടെ. ഞങ്ങൾ എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. കണ്ടതിൽ വളരെ സന്തോഷം. നീ എന്താ യാത്ര പറയാത്തത്? പറയടി. കാണാം. കാണണ്ട. ജീവിതത്തിൽ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ആ കൂട്ടത്തിൽപ്പെടും മോളും. ആ അതാ ശരി. നല്ല മറുപടി. എന്താ നോക്കിയിരിക്കുന്നേ? ഇവിടെ നടക്ക്. അപ്പോ സിദ്ധു ആണ് ഒത്തുതീർപ്പിന് തടസ്സം. അതെ, തങ്കച്ചിയെ വിശ്വസിക്കാൻ ജയശങ്കർ സാറ് തയ്യാറായത്. അപ്പോഴാ നിരഞ്ജൻ ഡോക്ടർ വഴി സിദ്ധു ഉടക്കിട്ടു. സിദ്ധു വക്കീലല്ലേ, കേസ് സെറ്റിൽ ചെയ്യാൻ വക്കീലിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. അത് മാത്രല്ല തങ്കച്ചി മേഡം, കാരണം സിദ്ധുവിന്റെ മനസ്സിൽ വേറെ എന്തൊക്കെയുണ്ട്. എന്ത്? അതാണ് ഇനി അറിയാത്തത്. നിരഞ്ജൻ ഡോക്ടറോടുള്ള കടപ്പാട് നമുക്ക് മനസ്സിലാക്കാം. വക്കീലിനൊരു രണ്ടാം ജന്മം ഉണ്ടാക്കി കൊടുത്തത് ഡോക്ടറാണല്ലോ.